തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 84.64% വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. 2011 78.29% ഇതുവരെയുള്ള റെക്കോർഡ്. പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൽ ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുകയാണ് മുന്നണികൾ. ഇതുവരെ കാണാത്ത വീറും വാശിയുമായിരുന്നു പ്രചാരണത്തിന്. അതേ ആവേശത്തോടെ തമിഴകം വിധി എഴുതിയപ്പോൾ കുറിച്ചത് റെക്കോർഡ് പോളിംഗ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.63% വോട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രാവിലെ തന്നെ വലിയ തിരക്കായിരുന്നു ബൂത്തുകളിൽ. കരൂർ, സേലം, ധർമ്മപുരി തുടങ്ങിയ പടിഞ്ഞാറൻ ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. ഈ ജില്ലകളിൽ പോളിംഗ് ശതമാനം 90 കടന്നു. SIR ഒരു ഘടകമെങ്കിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടായെന്നും അത് അനുകൂലമാകും എന്നുമുള്ള വിലയിരുത്തലിലാണ് രാഷ്ട്രീയ കക്ഷികൾ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാവിലെ ചെന്നൈ ആൽവാർപേട്ടിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് വോട്ട് ചെയ്തത്. പ്രചാരണ കാലത്തുയർത്തിയ മുദ്രാവാക്യം സ്റ്റാലിൻ വോട്ട് ചെയ്തതിനു ശേഷവും ആവർത്തിച്ചു: തമിഴ്നാട് ജയിക്കും. AIADMK ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി എടപ്പാടി സിലുവംപാളയത്ത് വോട്ട് രേഖപ്പെടുത്തി. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ AIADMK സർക്കാർ രൂപീകരിക്കുമെന്ന് പളനിസ്വാമി. ചെന്നൈ നീലാങ്കരയിലെ ബൂത്തിലായിരുന്നു TVK അധ്യക്ഷൻ വിജയ്ക്ക് വോട്ട്. താരങ്ങളിൽ ആദ്യം വോട്ട് ചെയ്യാനെത്തിയത് അജിത്തായിരുന്നു. ബെൽജിയത്തിൽ നിന്ന് വോട്ട് ചെയ്യാനായി ഇന്നലെ ചെന്നൈയിലെത്തിയ അജിത്ത് 7 മണിക്ക് മുൻപ് തന്നെ ബൂത്തിലെത്തി. മക്കൾക്കൊപ്പം എത്തിയാണ് രജനികാന്തും കമൽഹാസനും വോട്ട് ചെയ്തത്. ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിലെത്തിയ രജനിയെ ആരാധകർ വളഞ്ഞു. സൂര്യ, ജ്യോതിക, തൃഷ, ധനുഷ്, കാർത്തി തുടങ്ങിയവരും വോട്ടവകാശം വിനിയോഗിച്ചു. അതിനിടെ പോളിംഗ് ദിനത്തിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ പണവും മദ്യവും ഒഴുകി. ചെങ്കോട്ടയ്ക്കടുത്താണ് പോളിംഗ് സ്റ്റേഷനു സമീപം വോട്ടർമാർക്ക് DMK പ്രവർത്തകർ പണം നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.